പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് മസാല മിക്സാക്കി വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ ടേസ്റ്റ് എന്ന് പറയണത്. 4-5 വർഷമായി ഞാനിവിടുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. അബുദാബിയിലെ മുസഫയിൽ M37 ഈ ഒരു മെഗാ ബർഗർ റെസ്റ്റോറൻറ്റ്. ഒരുപാട് വർഷമായി ഇവർ റെസ്റ്റോറൻറ്റ് നടത്താൻ വേണ്ടി തുടങ്ങിയിട്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഉള്ളിൽ 5-8 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ ഫുൾ ഒരു ഗ്രിൽഡ് ചിക്കൻ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അവർ നല്ല ഫ്രഷ് സാലഡ്, അതുപോലെ തന്നെ ഹമ്മൂസ്, ഗാർലിക് പേസ്റ്റ്, പിന്നെ ബോയിൽഡ് എഗ്, പിന്നെ ഫ്രഷ് പൊട്ടാറ്റോ ചിപ്സ്, ഒരു ഫുൾ ചിക്കൻ കുബൂസ്, ഇതൊക്കെയാണ് നമുക്ക് ഇവർ തരുന്നത്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഈ ഒരു സ്പൈസി ഫുൾ ഗ്രിൽഡ് ചിക്കൻ തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ UAE വന്നിട്ട് ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലയെന്ന് തന്നെയാണ് ആൻസർ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരുപാട് ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള സാധനം ഇവിടെ മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ അകത്തോട്ട് സാലഡിലേക്ക് നല്ല രീതിയിൽ മുളകും നാരങ്ങയും ഒക്കെ പിഴിഞ്ഞ് കഴിക്കണം. ഒരു രക്ഷയില്ല ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയണത്. ആരാണോ ഈ ഒരു കോമ്പിനേഷൻ പ്രിപ്പയർ ചെയ്ത് അവർക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം അത്രയും ടേസ്റ്റാണ് ആ ഒരു കോമ്പിനേഷൻ. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറി വരുന്നിടത്ത് തന്നെയാണ് ഇവരുടെ കിച്ചൺ പ്രിപ്പറേഷനും മറ്റുമൊക്കെ ചെയ്യുന്നത്. എല്ലാവരും വളരെ ഹാപ്പിയോടെ കേട്ടോ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലിയാണ്. ഇവരുടെ ഒരു പ്രത്യേക രീതിയിലാട്ടോ ഇതൊക്കെ എടുക്കുന്നതും വയ്ക്കുന്നതും മസാല മിക്സ് ചെയ്യുന്നതും അതിനുള്ളിൽ നിന്ന് അരയ്ക്കുന്നതൊക്കെ. റെസ്റ്റോറൻറ്റിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെയാണ് ഇവരുടെ കിച്ചണും അതുപോലെ തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തന്തൂരി കറങ്ങുന്നത് കാണാൻ സാധിക്കും, ഷവർമ, പിന്നെ കബാബ്സ് ഉണ്ടാക്കുന്നു, ചാർക്കോൾ ഉണ്ടാക്കുന്നു, അതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഗ്രിൽഡ് ചിക്കൻ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നല്ല അടിപൊളി ഒരു അവക്കോഡോ മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തു, പിന്നെ ഒരു ഫലൂഡ ഓർഡർ ചെയ്തു. അതൊക്കെ നല്ല ടേസ്റ്റായിരുന്നു, ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ഒരു എന്താ പറയണ്ടത്, എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടെ. ഇതാണ് ഇവരുടെ ഒരു മെനു എന്ന് പറയണത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഷേക്കിൻ്റെ ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസസ്, പിന്നെ ഐസ്ക്രീം വെറൈറ്റീസ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ഫ്രഷ് ഫ്രൂട്ട് സാലഡ്, വെജിറ്റബിൾ സാലഡ്സ്, പിന്നെ ഇത് കണ്ടോ ബർഗേഴ്സിൻ്റെയൊക്കെ എന്തോരം വെറൈറ്റീസാണുള്ളത്. പിന്നെ ഇത് സാൻഡ്വിച്ചസ്, പിന്നെ അങ്ങനെ ഒരുപാട് സിംഗർ കോംബോസ്, പിന്നെ ഷവർമസ്, പിന്നെ ഇതിൽ സൂപ്പുകളുണ്ട്, പിന്നെ നമ്മുടെ ക്രിസ്പി ചിക്കൻ, പിന്നെ റൈസ് ഐറ്റംസ് ഉണ്ട്, മന്തി, പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചില്ലി, അതുപോലെ തന്നെ ചിക്കൻ 65, മഞ്ചൂരിയൻ, അങ്ങനെ ചിക്കൻ ഫ്രൈ. ഇതുണ്ടോ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഗ്രിൽഡ് ചിക്കൻ 25 രൂപയുള്ളൂ. പിന്നെ ഗ്രീൻ ചില്ലി ചാർക്കോളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ചാർക്കോൾ, ഷവർമാസ്, അങ്ങനെ അവരുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, നല്ല ടേസ്റ്റി ഫുഡുമാണ്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഇവർ ഒരുക്കിയേക്കുന്നത്, പുറത്തും കുറച്ച് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല, അതുപോലെ തന്നെ ഞാനൊരു പ്രൊമോട്ടറൊന്നുമല്ല. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ചാൽ അബുദാബിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻ്റാണ്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എല്ലാവർക്കും പല രുചികളായിരിക്കും, പല ടേസ്റ്റുകളായിരിക്കും, എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പോയിട്ട് എന്താണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.